ഹായ് നമസ്കാരം. ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു സമയത്ത് എന്ത് സന്ദേശമാണ് ഭഗവാൻ ശിവന് നിങ്ങൾക്ക് തരാൻ ഉള്ളതെന്നാണ്. ഇതിനായിട്ട് ഞാനിവിടെ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കിട്ടിയിരിക്കുന്ന കാർഡ് എന്താണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് ഇവിടെ ജസ്റ്റിസ് ആണ്. അടുത്ത കാർഡ് ഇവിടെ കിട്ടിയിരിക്കുന്നത് 5 ഓഫ് കപ്സ് ആണ്. അടുത്ത കാർഡ് 9 ഓഫ് സോർഡ്സ്, 7 of swords, page of swords, 6 of pentacles, 3 of swords, കിങ് ഓഫ് പെൻഡക്കിൾസ്. അപ്പോൾ ഇത്രയും കാർഡാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് കിടക്കാം. ഇവിടെ നിങ്ങൾക്ക് നീതി ലഭിക്കാൻ പോകുന്നു എന്നാണ് ഭഗവാൻ തരുന്ന ഒരു സന്ദേശം. ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകേണ്ട കാര്യങ്ങൾ തന്നെയായിരുന്നു. ഇനി നിങ്ങൾ ആ ഒരു ദുഃഖത്തിൽ മുങ്ങി നിൽക്കേണ്ട എന്നാണ് ഭഗവാന്റെ സന്ദേശം. ഈ സംഭവിച്ചത് എല്ലാം തന്നെ സംഭവിക്കേണ്ട കാര്യങ്ങൾ തന്നെയായിരുന്നു. ഇനി നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കേണ്ട സമയം നിങ്ങൾക്കായി എന്നാണ് ഭഗവാൻ പറയുന്നത്. ചില കാര്യങ്ങളിൽ നിങ്ങൾ റിസ്ക് എടുത്ത് മുന്നോട്ട് പോകണമെന്നാണ് ഭഗവാൻ നൽകുന്ന സന്ദേശം. എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ഭയപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഭയപ്പെടാതെ നിങ്ങൾ കുറച്ച് റിസ്ക് എടുത്ത് മുന്നോട്ട് പോകണം എന്നാണ് ഭഗവാന് പറയാനുള്ളത്. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ചില കൂട്ടുകെട്ടിൽ നിന്നും നിങ്ങൾ വളരെ വേഗം മാറിപ്പോകണമെന്ന് ഭഗവാന്റെ ഒരു സന്ദേശമുണ്ട്. നിങ്ങൾ ആവശ്യമില്ലാത്ത ചില കൂട്ടുകെട്ടുകളിൽ ചെന്ന് അകപ്പെട്ടതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ വേഗം മാറണം എന്നാണ് ഭഗവാന് പറയാനുള്ളത്. അതുപോലെ തന്നെ ഏതെങ്കിലും മോശം സാഹചര്യത്തിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും എത്രയും വേഗം മാറണം എന്നിവിടെ കാണിക്കുന്നുണ്ട്. ചില വ്യക്തികൾ എന്തൊക്കെയോ മോശം സാഹചര്യങ്ങളിൽ ചെന്ന് പെട്ടതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതിൽ നിന്ന് വേഗം മാറിപ്പോകണമെന്നാണ് ഭഗവാന് പറയാനുള്ള സന്ദേശം. അതുപോലെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. ഇവിടെ ഭയപ്പെട്ട് ധൈര്യമില്ലാത്ത അവസ്ഥയിൽ ഇരിക്കുന്ന ചില വ്യക്തികളെയൊക്കെ കാണുന്നുണ്ട്. ആ ഭയം ഒന്നുമില്ലാതെ തന്നെ നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോകണമെന്നാണ് ഭഗവാൻ പറയുന്നത്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ ചില പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ചില വ്യക്തികൾക്ക് സംഭവിച്ചതായിട്ട് കാണുന്നുണ്ട്. ചില വൈകാരിക വേദനകളിലൂടെ ചില വ്യക്തികൾ ഇവിടെ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം തന്നെ സംഭവിക്കേണ്ട ചില കാര്യങ്ങൾ തന്നെയായിരുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇനി നിങ്ങൾ ആ ഒരു വേദനയിൽ നിൽക്കേണ്ട കാര്യമില്ല. ആ ഒരു മുറിവ് ഭഗവാൻ തന്നെ നിങ്ങൾക്ക് മാറ്റി തരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതായത് ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ല ആ ഒരു മുറിവ് എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുടെ മനസ്സിൽ നിന്നും ചില മുറിവുകൾ ഭഗവാൻ തന്നെ മായ്ച്ചു തരും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കുറച്ച് പേർ ഇവിടെ സ്റ്റക്കായി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഇവിടെ സ്റ്റക്കായി നിൽക്കാൻ പാടില്ല. നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. എങ്കിൽ മാത്രമേ ഇതുവരെയുള്ള എല്ലാ പ്രശ്നത്തിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം ലഭിക്കൂ എന്ന് കാണിക്കുന്നുള്ളൂ. അതായത് ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നെല്ലാം പ്രശ്നങ്ങളിൽ നിന്നും സാഹചര്യത്തിൽ നിന്നുമെല്ലാം നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഒരു മോചനം ലഭിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്. നിങ്ങൾ ഹാപ്പിയായി ജീവിക്കുമെന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഭഗവാന് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തരാനുള്ള സന്ദേശം. അപ്പോൾ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.